ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് ഒ.ജി. ബിജുവിനെ മാറ്റി. ഒ.ജി. ബിജുവിനായി ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം. തുടരാൻ താല്പര്യമില്ല എന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് എഴുതി വാങ്ങിയാണ് മാറ്റം. ആഡിയസ് സിസ്റ്റം നെയ്യ്, അഷ്ടാഭിഷേകം അഴിമതിയിൽ ഉൾപ്പെടെ ബിജുവിന്റെ പങ്ക് സംശയിച്ചിരുന്നു. ഹൈക്കോടതി അനുമതി ഇല്ലാതെയാണ് ബിജുവിന് ബോർഡ് പുനർനിയമനം നൽകിയത്. എം.ജി. പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. എം.ജി. പ്രതീഷ്, ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് എന്നാണ് വെപ്പ്. പക്ഷെ അതില്ലാതെയായിരുന്നു നിയമനം, തെറിച്ചിരിക്കുന്നു. മധു, തീർച്ചയായും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒ.ജി. ബിജുവിന് പുനർനിയമനം നൽകിയ ദേവസ്വം ബോർഡിന്റെ നടപടി വലിയ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു. കാരണം നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെടെ പങ്ക് സംശയിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ ബോർഡിന് പുനർനിയമനം നൽകാൻ കഴിയുമെന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയായിരുന്നു ഒ.ജി. ബിജുവിന് വീണ്ടും പുനർനിയമനം നൽകിയത്. ഒപ്പം വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥന് ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഒരു വർഷത്തേക്ക് കൂടി ബോർഡ് കാലാവധി നീട്ടി നൽകിയത്. ഇതിന് പിന്നാലെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എങ്ങനെ ബോർഡിന് നടപടി സ്വീകരിക്കാൻ കഴിയും, എങ്ങനെ ബോർഡിന് ഒരാൾക്ക് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പുനർനിയമനം നൽകാൻ കഴിയുമെന്നുള്ള ചോദ്യം ഉൾപ്പെടെ ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ തടിയൂരൽ. അത് ഉദ്യോഗസ്ഥനിൽ നിന്ന് തനിക്ക് അവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് എഴുതി വാങ്ങുകയായിരുന്നു. ബോർഡ് നേരിട്ട് തീരുമാനമെടുക്കാതെ ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ തന്നെ സ്വയം അവിടെ താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിൽ നിന്ന് എഴുതി വാങ്ങുന്ന നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് പോയിരിക്കുന്നു. ഒ.ജി. ബിജുവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനമായും ഈ ആഡിയ സിസ്റ്റം നെയ്യ് ക്രമക്കേട്, അഷ്ടാഭിഷേകം അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ഹൈക്കോടതി സംശയിക്കുകയും ഹൈക്കോടതി പരാമർശമായി തന്നെ അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആഡിയ സിസ്റ്റം നെയ്യിൽ ഉൾപ്പെടെ ഈ ഒ.ജി. ബിജുവിനെ പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് വിജിലൻസ് പോയിട്ടുണ്ട് എന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒ.ജി. ബിജുവിനെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും ഉദ്യോഗസ്ഥനോട് തുടരാൻ താല്പര്യമില്ല എന്ന് ബോർഡ് എഴുതി വാങ്ങുകയായിരുന്നു. എന്തായാലും നിലവിൽ ആ ഒരു നിയമനം കൂടി വിവാദമായിരുന്നു. ആ വിവാദങ്ങൾക്ക് പിന്നാലെ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടിയാണ് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറുകയും ഒ.ജി. ബിജുവിനെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. മാധു. ഓക്കെ, എം.ജി. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.